വിശദമായ വാർത്തയിലേക്ക്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വീണ്ടും കേസ്. റാന്നി പോലീസാണ് കേസെടുത്തത്. ഇല്ലാത്ത രേഖകളുടെ പേരിൽ 15 ലക്ഷം രൂപ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് തട്ടിയെടുത്തു എന്നതാണ് കേസ്. വായ്പയെടുക്കാൻ വെള്ളാപ്പള്ളി സമർപ്പിച്ച രേഖകൾ കൃത്രിമമാണെന്നും തെളിഞ്ഞ വിവരങ്ങളുമായി വിജേഷ് നടുവിൽ ചേരുന്നു. വിജേഷ്, വാർത്ത സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും 15 ലക്ഷം രൂപ കൃത്രിമമായി നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ നേടിയെടുത്തു എന്നാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR റാന്നി പോലീസ് FIR ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 3 ശാഖകളുടെ പേരിൽ, ഇല്ലാത്ത 3 ശാഖകളുടെ പേരിൽ കൃത്രിമമായി അംഗങ്ങളുടെ ഐഡന്റിറ്റി കാർഡും മറ്റ് രേഖകളും എല്ലാം തന്നെ ഉണ്ടാക്കി പിന്നോക്ക വികസന കോർപ്പറേഷൻ സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും പേര് എഴുതി ചേർത്ത് മറ്റ് പ്രസിഡന്റിന്റെയും സെക്രട്ടറിമാരുടെയും വ്യക്തിയെടുത്ത് പുതിയ പേപ്പറിൽ ഒട്ടിച്ച് അത്തരത്തിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് രേഖകൾ സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ 3 ശാഖകളുടെ ഇല്ലാത്ത 3 ശാഖകളുടെ പേര് കാണിച്ച് പിന്നോക്ക വികസന കോർപ്പറേഷൻ 15 രൂപ തട്ടുകയും അത് ശാഖകൾക്കോ SNDPയുടെ മറ്റ് ഭാരവാഹികൾക്കോ ആർക്കും നൽകാതെ തട്ടിയെടുത്തു എന്നാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റാന്നി പോലീസ് FIR ഇട്ടിരിക്കുന്നത്. നേരത്തെയും അടൂർ, കോന്നി ഭാഗങ്ങളിൽ തന്നെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പരാതികളിലൊന്നും തന്നെ വെള്ളാപ്പള്ളിയെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ജില്ലാ ആസ്ഥാനം കൂടിയായിട്ടുള്ള പത്തനംതിട്ടയിലെ SNDPയുടെ ശാഖ ഓഫീസിൽ ക്രൈംബ്രാഞ്ചിന്റെയും വിജിലൻസിന്റെയും പ്രത്യേക അന്വേഷണ സംഘം മൈക്രോ ഫിനാൻസുമായി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അന്ന് രേഖകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്തിയില്ല. പക്ഷെ പരിശോധനകൾ തുടരും എന്നൊരു സൂചനയായിരുന്നു അന്ന് നൽകിയിരുന്നത്. ഇപ്പോൾ ഈ പുതുതായി ലഭിച്ചിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് വെള്ളാപ്പള്ളിക്കെതിരെ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ റാന്നി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ആദ്യത്തെ കേസാണ് റാന്നി പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത്. ഹൈക്കോടതിയിലും തിരുവനന്തപുരം കോടതിയിലും നടന്നത് നിർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും ചേർന്ന് സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എറണാകുളത്ത് ചേർന്ന അനുരഞ്ജന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 19-നും തുടർന്നുള്ള ദിവസങ്ങളിലും ഹൈക്കോടതിയിലും പരിസരത്തും വെച്ച് അഭിഭാഷകർ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചെയ്യുന്നത്. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാൻ യോഗം തീരുമാനിച്ചു. അതിലെ അഡ്വക്കേറ്റ് ജനറലിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയാവുക. കേരളത്തിലെ അഡ്വക്കേറ്റുമാരെ ആകെ പ്രതിനിധീകരിക്കുന്ന ബാർ കൌൺസിലിന്റെ പ്രതിനിധി കൂടി അതിനോടൊപ്പം ഉണ്ടാകും. ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ബാർ അസോസിയേഷനും പത്രപ്രവർത്തക യൂണിയനും 3 വീതം പ്രതിനിധികളെ ഈ സംവിധാനത്തിൽ ഉൾപ്പെടുത്തുക. ഹൈക്കോടതിക്കകത്ത് നടന്ന സംഭവങ്ങളിൽ ചീഫ് ജസ്റ്റിസ് ആണ് നടപടിയെടുക്കേണ്ടത്. ഹൈക്കോടതിക്കകത്തുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇപ്പോൾ കടന്നിട്ടില്ല. ഹൈക്കോടതിക്കകത്ത് ഉള്ള പ്രശ്നങ്ങൾ ചീഫ് ജസ്റ്റിസും ഹൈക്കോടതിയും കൂടി തീരുമാനിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ മനസ്സിൽ വെച്ച് എരിപകരുന്ന നിലപാട് ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. മുൻ സർക്കാരിന്റെ കാലത്ത് നിയമിതനായ ഗവൺമെന്റ് പ്ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ യുവതിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചത് വാർത്ത നൽകിയതായിരുന്നു അഭിഭാഷകരെ ചൊടിപ്പിച്ചത്. ഈ വ്യക്തിയെ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് സംബന്ധിച്ച് പിന്നീട് തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. SNDP യോഗം ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളെ മറക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സമ്പന്നരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് SNDP യോഗം ശ്രമിക്കുന്നതെന്നും കോടിയേരി. ശ്രീനാരായണ ഗുരു ശതാബ്ദി സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SNDPയുടെ ഇന്നത്തെ നേതാക്കളെക്കാൾ ഉപരി ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെയും ദർശനങ്ങളും ഏറ്റെടുത്തത് ഇടതുപക്ഷമാണെന്നും അതുകൊണ്ടാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ അകറ്റി നിർത്തുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴും ഉള്ളതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എല്ലാ സമുദായത്തിലെയും മഹാഭൂരിപക്ഷം. ഇന്ന് ഓരോ സമുദായത്തിലകത്തും വളർന്നു വന്നിട്ടുള്ള മധ്യവർഗം
ആ സമുദായത്തിലെ സമ്പന്ന വർഗമാണ് തങ്ങളുടെ സംഘടന ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി സംഘടനയിൽ നിന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളെ മറക്കുകയാണ്. ഗുരുവിന്റെ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണോ ഇന്നത്തെ SNDP നേതൃത്വം പ്രവർത്തിക്കുന്നതെന്ന് ആത്മപരിശോധന നടത്തണമെന്നും കോടിയേരി പറഞ്ഞു. SNDPയെ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആശയത്തിലേക്ക് എത്തിക്കുക എന്നതായിരിക്കണം SNDP യോഗത്തിൽ പ്രവർത്തിക്കുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വീകരിക്കേണ്ട സമീപനം. അതുകൊണ്ട് ഇന്നത്തെ യോഗ നേതൃത്വം ആത്മപരിശോധന നടത്തണം. SNDP നേതൃത്വത്തിൽ നിന്നും ഉയർന്നു വന്ന സമ്പന്നവർഗത്തിന്റെ നേതൃത്വമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ നിന്നും വ്യതിചലനം ഉണ്ടാക്കിയതെന്നും അതിന്നും തുടരുകയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായി TP ദാസൻ ചുമതലയേറ്റു. സ്പോർട്സിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അഴിമതി ആരോപണത്തിലുള്ള അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈസ് പ്രസിഡന്റായി ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടനും ചുമതലയേറ്റു. കാണാതായ വ്യോമസേന വിമാനത്തിന് 2 ആഴ്ചയ്ക്കിടെ 3 തവണ സാങ്കേതിക തകരാറുകൾ ഉണ്ടായതായി റിപ്പോർട്ട്. 30 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് കാണാതായ AN-32 വിമാനം. ചെന്നൈയിൽ നിന്നും ആൻഡമാനിലേക്കുള്ള യാത്രയ്ക്കിടെ ഇന്നലെ മുതൽ കാണാതായ വിമാനത്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. കാണാതായ വ്യോമസേന വിമാനത്തിലുണ്ടായിരുന്ന 2 മലയാളികളുടെ കുടുംബങ്ങൾ ആശങ്കയിൽ. കരസേനയിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് കക്കോടി സ്വദേശി വിമൽ, വ്യോമസേനയിൽ ജോലി ചെയ്യുന്ന കാക്കൂർ സ്വദേശി സജീവ് കുമാർ എന്നിവരാണ് കാണാതായ വിമാനത്തിൽ ഉണ്ടായിരുന്ന മലയാളികൾ. വാർത്തകളിലേക്ക്. കൊച്ചി ജല മെട്രോ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഉപയോഗക്ഷമതയും വേഗവും സൌകര്യവും ഉൾച്ചേർന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പൊതുയാത്രാ സംവിധാനങ്ങളാണ് കേരളത്തിന് ആവശ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതോടെ ആഗോള തുറമുഖ നഗരമെന്ന നിലയിൽ ലോകമെങ്ങും പേര് നേടാൻ കൊച്ചിക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം ചിറ്റൂർ ഫെറിയിൽ നിന്ന് ബോട്ട് മാർഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി ജലമെട്രോ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനത്തിനായി സജ്ജമാക്കിയിരുന്ന കോതാട് തിരുഹൃദയ ദേവാലയങ്കണത്തിലേക്ക് എത്തിയത്. ജലഗതാഗത പദ്ധതിയായതിനാൽ ബോട്ടിന് കീലിട്ടുകൊണ്ട് മുഖ്യമന്ത്രി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. റോഡ് ഗതാഗതം ശക്തിപ്പെട്ടതോടെ കൊച്ചിയിലെ ജലപാതകൾ ഏറെക്കുറെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായെന്നും വിശാല കൊച്ചി മേഖലയ്ക്കും വേമ്പനാടിന്റെ തീരത്ത് താമസിക്കുന്നവർക്കും വാട്ടർ മെട്രോ വികസനത്തിന്റെ നാഴികക്കല്ലാകുമെന്നും ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഉപയോഗക്ഷമതയും വേഗവും സൗകര്യവും എല്ലാം ഉൾച്ചേർന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന പൊതു യാത്രാ സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം. ഇത് ആധുനിക നഗരത്തിൻ്റെ പ്രധാന ലക്ഷണവുമാണ് എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതിലൊരു പ്രത്യേകതയുള്ളത്, നമ്മുടെ രാജ്യത്ത് ഒരിടത്തും നടപ്പാക്കിയിട്ടില്ലാത്ത ആദ്യ നഗര ജലപാത യാത്രാ പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 4 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചി കായലിലെ യാത്ര ആധുനികവും സുരക്ഷിതവുമാകും. വിവിധ മേഖലകളിൽ ജീവിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നമനത്തിനും ഇത് വഴിയൊരുക്കുമെന്നും നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ, ജർമ്മൻ ഫണ്ടിംഗ് ഏജൻസിയായ KfW, KMRL എന്നിവ ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജലമെട്രോയിലും മെട്രോ റെയിലും അവിടേക്കെത്താനുള്ള ബസ് സർവീസിലേക്കുമായി ഒറ്റ ടിക്കറ്റ് മതിയാകും. ജലഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA-മാരായ S ശർമ്മ, M സ്വരാജ്, KJ മാക്സി, ഹൈബി ഈഡൻ, PT തോമസ്, VD സതീശൻ, VK ഇബ്രാഹിം കുഞ്ഞ, വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ, KMRL MD ഏലിയസ് ജോർജ് തുടങ്ങിയ നിരവധി പ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 61ആയി. നിരവധി പേർക്ക് പരിക്കേറ്റു. കാബൂളിലെ ഷിയ സമൂഹം പവർലൈൻ പദ്ധതിക്കെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് സ്ഫോടനം നടന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. നടന്നത് ചാവേർ ആക്രമണമാണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സമരക്കാർക്കിടയിലേക്ക് എത്തിയ ചാവേറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. 3 ചാവേറുകളാണ് ആക്രമണം നടത്തിയത്. ഒരാളെ സ്ഥലത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊലപ്പെടുത്തി. IS ബന്ധത്തിന്റെ പേരിൽ മുംബൈയിൽ ഒരാൾ അറസ്റ്റിൽ. മുംബൈ കല്യാൺ സ്വദേശി റിസ്വാൻ ഖാനാണ് പിടിയിലായത്. മഹാരാഷ്ട്ര താനെയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്.
കേരള പോലീസും മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. അതേസമയം IS റിക്രൂട്ട്മെന്റ് കേസുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ അറസ്റ്റിലായ അർഷിദ് ഖുറേഷിയെ മുംബൈയിൽ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു. ബേലാപ്പൂർ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 4 ദിവസത്തേക്ക് കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ദില്ലി പട്യാല ഹൌസ് കോടതിയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച അഭിഭാഷകർക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. JNU വിദ്യാർത്ഥി കനയ്യകുമാറിനെയും മാധ്യമപ്രവർത്തകരെയും അഭിഭാഷകർ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ തെളിവായി ശേഖരിച്ചാണ് പോലീസിന്റെ കുറ്റപത്രം. കലാപശ്രമം, നിയമവിരുദ്ധ സംഘം ചേരൽ, വസ്തു നശിപ്പിക്കൽ, കൃത്യനിർവഹണ തടസ്സം എന്നീ കുറ്റങ്ങളാണ് അഭിഭാഷകർക്കെതിരെയുള്ളത്. ഗുജറാത്തിലെ ദളിത് വിഷയത്തിൽ മൌനം പാലിക്കുന്ന പ്രധാനമന്ത്രി അക്രമികളെ പിന്തുണയ്ക്കുകയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ഗുജറാത്തിലെ ഉനയിൽ അക്രമത്തിനിരയായ ദളിത് കുടുംബങ്ങളെ സന്ദർശിച്ചതിനു ശേഷമായിരുന്നു ബൃന്ദ കാരാട്ടിന്റെ പ്രതികരണം. PK ബിജു MPയും ബൃന്ദ കാരാട്ടിനൊപ്പം ഉണ്ടായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ P ജയരാജനെ കുടുക്കാൻ UDF സർക്കാർ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. രഹസ്യ ഫയൽ കാണാതായതിൽ ദുരൂഹത. ജയരാജനെ പ്രതിയാക്കി റിപ്പോർട്ട് നൽകാൻ ജയിൽ മേധാവിയോട് സർക്കാർ ആവശ്യപ്പെട്ടു. ജയരാജനെ കുടുക്കാൻ വിസമ്മതിച്ച അലക്സാണ്ടർ ജേക്കബിന്റെ സ്ഥാനം തെറിപ്പിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ പ്രതിയാക്കാൻ നടത്തിയ രഹസ്യ നീക്കങ്ങൾ ഉൾപ്പെട്ട ഫയലാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും കാണാതായത്. TP കേസിലെ പ്രതികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോണും ഫേസ്ബുക്കും ഉപയോഗിക്കാൻ ഒത്താശ ചെയ്തത് ജയരാജൻ എന്ന് വരുത്തി തീർക്കാനായിരുന്നു മുൻ സർക്കാരിന്റെ നീക്കം. ഈ നിയമവിരുദ്ധ നീക്കത്തെ അന്നത്തെ ജയിൽ മേധാവി അലക്സാണ്ടർ ജേക്കബ് എതിർത്തിരുന്നു. ജയരാജനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് നൽകാനും സർക്കാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഇതിന് വഴങ്ങാത്ത അദ്ദേഹം തന്നെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിന് റിപ്പോർട്ട് നൽകി. ജയരാജന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ട് ലഭിച്ച അന്ന് തന്നെ അലക്സാണ്ടർ ജേക്കബിനെ ജയിൽ മേധാവി സ്ഥാനത്ത് നിന്നും അന്നത്തെ സർക്കാർ പുറത്താക്കിയിരുന്നു. അദ്ദേഹം സമർപ്പിച്ച 7484/SSA3/2012 എന്ന രഹസ്യ ഫയലാണ് കാണാതായത്. TP കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് നിയമാനുസൃതം നിലനിൽക്കില്ലെന്ന നിയമോപദേശവും സർക്കാർ രാഷ്ട്രീയ കാരണങ്ങളാൽ സ്വീകരിച്ചില്ല. ഇതിൽ ഉമ്മൻചാണ്ടിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് P ജയരാജൻ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും പങ്കടക്കം ഇതേക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിച്ചാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരും. P ജയരാജനോട് രാഷ്ട്രീയ വിരോധമില്ലെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാം, എന്റെ കാലത്ത് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ വ്യക്തിപരമായി കൊടുക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമത്തോടും എനിക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം. ഏതായാലും TP കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്നത് അടിവരയിടുകയാണ് അപ്രത്യക്ഷമായ ഫയലുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. ഈ വർഷത്തെ അബുദാബി ശക്തി അവാർഡുകൾ അടുത്ത മാസം 28-ന് ഷൊർണൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. ഇതിനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ഷൊർണൂരിൽ നടന്നു. PK ശശി MLA ചെയർമാനായും AK മൂസ മാസ്റ്ററെ കൺവീനറായും യോഗം തെരഞ്ഞെടുത്തു. സ്വാഗത സംഘ രൂപീകരണ യോഗം CPIM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭാ അധ്യക്ഷ V വിമല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അവാർഡ് സംബന്ധിച്ച് കൺവീനർ AK മൂസ മാസ്റ്റർ വിശദീകരിച്ചു. പീപ്പിൾ എക്സ്ക്ലൂസീവ് KPCC പുനഃസംഘടന അടിയന്തരമായി നടത്തണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറിമാർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. BM സുധീരൻ ഇതുവരെ പിന്തുണ നൽകിയിരുന്ന സെക്രട്ടറിമാരാണ് നേതൃമാറ്റ ആവശ്യവുമായി കോൺഗ്രസ് ഉപാധ്യക്ഷനെ സമീപിച്ചത്. പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായവും KPCC നേതൃമാറ്റം തന്നെയെന്ന് നേതാക്കൾ രാഹുലിനെ ധരിപ്പിച്ചു. AK ആന്റണിയുമായി രാഹുൽ ഗാന്ധി ഇനി ചർച്ച നടത്തും.